സാംസങ്ങിന്റെ സാംസങ് S25 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S25 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.9 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം ഇതിൽ ക്വാഡ് HD റെസൊല്യൂഷനൊക്കെ വരുന്നതായിരിക്കും, നല്ലൊരു കാര്യമാണ്. അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. നല്ലൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നതായിരിക്കും. മിക്കവാറും IP69 റേറ്റിംഗ് തന്നെ ഇതിൽ വന്നേക്കാം. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ ചിലപ്പം 16 GB റാം വന്നേക്കാം. LPDDR5Xന്റെ റാമും UFS 4.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൽ വരാൻ സാധ്യതയില്ല. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 200 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. വോയിസിന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. 50 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 10 മെഗാ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 12 മെഗാ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പൊതുവെ S സീരീസിൽ വരുന്ന ഫോണുകളിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസും കാണാറുണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതും ആണ്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും വരിക. 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരും. QI2 വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 22-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ S24 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന S25 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.